വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. അതോടൊപ്പം ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാനും വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ തുടങ്ങണം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അഞ്ജു ആൻഡ് മഞ്ജു ഹു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് അഞ്ജു ആൻഡ് മഞ്ജു. ലയബിലിറ്റി സൈഡിൽ രണ്ടായിട്ടാണ് തന്നിട്ടുള്ളത്. ഓൺ ദാറ്റ് ഡേ സഞ്ജു വാസ് അഡ്മിറ്റഡ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹20,000. അതായത് ഈ ഡേറ്റിൽ നമ്മൾ ആരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്? സഞ്ജുവിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്. അയാൾക്ക് 1/5 ഷെയർ ആണ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫോർ വിച്ച് പർപ്പസ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആസ് ഫോളോസ്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവർ അസറ്റും ലാബിലിറ്റിയും ഒന്ന് റീവാല്യൂ ചെയ്ത് നോക്കി. അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ഒന്ന് നോക്കി. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ, വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ടു ബി റെഡ്യൂസ്ഡ് 10%. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് 10% ആയിട്ട്. അതായത് 10% റെഡ്യൂസ് ചെയ്ത് പറയുമ്പോൾ 25,000 ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ബുക്ക് വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ 10% കാണുക 2,500 ആവും വരിക. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്തിങ്ങനെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ്. നെക്സ്റ്റ് ഐറ്റം, ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ 1,500. ഫർണിച്ചറിൻ്റെ വാല്യൂ 1,500 ഡിപ്രീസിയേഷൻ ഉണ്ട്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് 16,000. സ്റ്റോക്കിൻ്റെ ഓൾറെഡി ഉള്ള വാല്യൂ നോക്കാം. ഓൾറെഡി 13,000 ആണ് വാല്യൂ. ഇപ്പോൾ ഡിക്രീസ് ചെയ്തത് ഇൻക്രീസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. 13,000 ഉള്ളത് 16,000 ആയി. 3,000 രൂപയുടെ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ്. ക്രിയേറ്റ് എ പ്രൊവിഷൻ അറ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. അതായത് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 2,000 ടു ബി ക്രിയേറ്റ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബിൽ. ഒരു 2,000 രൂപ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ലായിട്ട്. അപ്പോൾ ഇത് രണ്ടും ലാബിലിറ്റിയാണ്. പ്രൊവിഷൻ, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള കാശാണ്. അത് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതാണ് 5%. അപ്പോൾ അത് ബിസിനസ്സിലേക്ക് ആര് വെക്കണം? കമ്പനി തന്നെ വെക്കണം. നമ്മളെ ഫേമിലേക്ക്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് തന്നെ വെക്കണം. അതുകൊണ്ട് ആ കമ്പനിക്ക് അത് അല്ലെങ്കിൽ നമ്മളെ ഫേമിന് അത് ചെറിയൊരു എക്സ്പെൻസ് ആണ്. ഡെപ്റ്റേഴ്സ് എത്രയാണോ തന്നിട്ടുള്ളത്? ഡെപ്റ്റേഴ്സ് 30,000 ആണ്. 30,000ൻ്റെ മുകളിൽ 5% കാണുക. എന്നിട്ട് അത് ലാബിലിറ്റി ആയിട്ട് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി ആണ്. അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ലും ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് കാണും, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി. നെക്സ്റ്റ് ഐറ്റം, ദ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ഫൗണ്ട് ടു ബി 24,000. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് 24,000 ആണ്. ഓൾറെഡി നമുക്ക് 27,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 27,000 കൊടുക്കേണ്ടടുത്ത് ഇപ്പോൾ എത്ര കൊടുത്താൽ മതി? 24,000 കൊടുത്താൽ മതി. 3,000 രൂപ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഇങ്കാണ്. കാരണം കൊടുക്കേണ്ട ക്യാഷ് 27,000 കൊടുക്കേണ്ടത് 3,000 രൂപ കുറച്ചിട്ട് 24,000 കൊടുത്താൽ മതിയല്ലോ. പിന്നെ നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ₹5,000 നോട്ട് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഷുഡ് ബി ഡ്യൂലി റെക്കോർഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 നോട്ട് അപ്പിയറിംഗ് ഇൻ ദ ബുക്ക്, ബുക്കിൽ കാണുന്നില്ല. അത് ഷുഡ് ബി ഡ്യൂലി റെക്കോർഡഡ്. അതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗിവ് ജേണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആൾസോ പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ് ഓഫ് ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ആഫ്റ്റർ അഡ്മിഷൻ. അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൾസോ പ്രിപ്പയർ എ ബാലൻസ് ഷീറ്റ്, ഒരു ബാലൻസ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എഴുതണം, റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഇങ്ങനത്തെ ഒരുപാട് ജോലികളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് എന്ത് ചെയ്യാം? റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ജേണൽ എഴുതണം. ജേണൽ എഴുതണമെങ്കിൽ ഞാൻ ജേണൽ എഴുതുന്നില്ല. റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നോക്കിയിട്ട് ജേണൽ പറഞ്ഞുതരാം. നിങ്ങൾ ജേണൽ എഴുതി വെച്ചിട്ട് വേണം റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ ക്രെഡിറ്റ് സൈഡാണ് ഫില്ല് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് നമുക്കിവിടെ സ്റ്റോക്കാണ്. സ്റ്റോക്ക് 13,000 രൂപയായിരുന്നു സ്റ്റോക്കിൻ്റെ വില. ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 16,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3,000 രൂപയുടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ്, അല്ലേ? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചെന്നുള്ളൂ. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ആണ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലാബിലിറ്റി.
24,000 കൊടുത്താൽ മതി. അതായത് ഓൾറെഡി എത്രയാണ് ബുക്കിലുള്ളത്? 27,000 ആണുള്ളത്. ഇനി നമ്മൾ എത്ര കൊടുത്താൽ മതി? 24,000 നൽകിയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? 3,000 രൂപയുടെ ഒരു ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ അത്ര കൊടുക്കണ്ട. അപ്പോൾ നമുക്കതൊരു ഇങ്കാണ്. പിന്നെ നമുക്ക് മൂന്നാമതൊരു ഐറ്റം തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഡ്യൂലി റെക്കോർഡ്. അതായത് 5,000 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളോട് ബുക്കിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ നൽകേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ നൽകേണ്ട ഐറ്റംസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട എമൗണ്ട് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം കാണിക്കേണ്ട എന്താണ്? നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000 ആണ് ശരിക്കുള്ളത്. അതിൻ്റെ 10% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 2,500 റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 25,000 ആണ് നമുക്ക് ബുക്കിലുള്ളത്. അതിൻ്റെ എത്ര റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 10% റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷനാണ്. അത് നമുക്ക് നേരെ തന്നതാണ് 1,500. പിന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതായത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 30,000 ആണ്. അതിൻ്റെ മുകളിൽ 5% ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എമൗണ്ട് കിട്ടുക 1,500 ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ല് ക്രിയേറ്റ് ചെയ്യാനാണ്. ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ല് എത്രയാണ്? അതായത് 2,000 റുപ്പീസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ല്. ഓക്കെ, അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് എന്തിൽ കാണിക്കാനുള്ളത്? റിവാല്യൂഷൻ അക്കൗണ്ടിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് എങ്ങനെ വന്നു? സ്റ്റോക്ക് നമുക്ക് ഇങ്കാണ്. അതായത് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ആണ്. അതായത് 16,000 രൂപ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 13,000 ഉള്ളത്. ക്രെഡിറ്റേഴ്സ് 27,000 കൊടുക്കേണ്ടവർക്ക് എത്ര കൊടുത്താൽ മതി? 24,000 കൊടുത്താൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഡ്യൂലി റെക്കോർഡഡ്. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ നമുക്കത് എക്സ്പെൻസ് ആണ്. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞിക്കല്ലേ വില. ഫർണിച്ചറിലും നമുക്ക് തേയ്മാനം സംഭവിച്ചു. അതും നമുക്ക് നഷ്ടമായിട്ടാണ്, എക്സ്പെൻസ് ആയിട്ടാണ്. പിന്നെ ഡെപ്റ്റേഴ്സ് കിട്ടാക്കടാണ്, അല്ലെങ്കിൽ കിട്ടാത്ത പൈസയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെക്കുകയാണ് നമ്മളെ ഫേം. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയർ ബില്ല് എക്സ്ട്രാ ഒരു ലാബിലിറ്റി വന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. നമുക്ക് രണ്ട് സൈഡ് നോക്കാം. 3,000 + 3,000 + 5,000 = 11,000 അല്ലേ? 11,000 രൂപയാണ് നമുക്ക് വരുന്നത്. ഇവിടെ എന്തായാലും 2,500 ആൻഡ് 3,000 അല്ലേ? 1,500ഉം 1,500ഉം കൂടി. അപ്പോൾ നമുക്ക് കിട്ടുക, ബാലൻസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 3,500 ആണ്. അതായത് ഇത് ഇനി ആർക്ക് കൊടുക്കണം? റിവാലുവേഷൻ പ്രോഫിറ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എങ്ങനെ പ്രോഫിറ്റാന്ന് മനസ്സിലായത്? ഇൻകം സൈഡാണ് കൂടുതൽ, എക്സ്പെൻഡിച്ചർ കുറവുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് പ്രോഫിറ്റാണ്, റിവാലുവേഷനിൽ പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത്. ഇത് ആർക്ക് നൽകണം? അഞ്ജുവിനും മഞ്ജുവിനും നൽകണം. അഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ മഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് റിവാലുവേഷൻ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് 3,500 രൂപ അവരുടെ റേഷ്യോയിൽ 3:2 നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 3,500 × 3/5 ആൻഡ് 2/5 = എത്ര വരിക? 2,100ഉം അതേപോലെ തന്നെ എത്ര വരിക? 1,400 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അഞ്ജുവിന് കൊടുക്കേണ്ട ക്യാഷ് 2,100ഉം മഞ്ജുവിന് കൊടുക്കേണ്ടത് 1,400ഉം. ഇനി നമുക്ക് ജേണലൊന്ന് പറഞ്ഞു നോക്കാം. ഇത് ബൈ എന്നുള്ള ഐറ്റാണ്, ഇത് 2 എന്നുള്ള ഐറ്റാണ്. സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിവാലുവേഷൻ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിവാലുവേഷൻ. സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിവാലുവേഷൻ, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിവാലുവേഷൻ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിവാലുവേഷൻ, അതായത് എ ന്യൂ അസറ്റ് അല്ലെങ്കിൽ അൺറെക്കോർഡഡ് അസറ്റ് റെക്കോർഡഡ്. നെക്സ്റ്റ് റിവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, റെഡ്യൂസ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. റിവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ, എ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. Revaluation account debtor to provision for debtors, a provision created for debtors. Revaluation account debtor to outstanding repair bill, a liability created. പിന്നെ റിവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിവാലുവേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു അഞ്ജു ആൻഡ് മഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ജേണൽ നിങ്ങൾ എഴുതിയേക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളെ പാർട്ട്നേഴ്സ് അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു. അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു. അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു.
അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു. നമുക്ക് ആദ്യം ഇവിടെ എന്ത് കാണിക്കണം? ഇവരെ ബാലൻസ് ബ്രോ ഡൗൺ കാണിക്കണം. ബൈ ബാലൻസ് ബ്രോ ഡൗൺ. എവിടെ നിന്നാണ് നമുക്ക് ബാലൻസ് ബ്രോ ഡൗൺ കാണിക്കാനുള്ള എമൗണ്ട് കിട്ടുക? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അഞ്ജു, മഞ്ജു, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് അഞ്ജു ആൻഡ് മഞ്ജു അല്ലേ. അത് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് കാണിക്കണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും ഒക്കെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 50,000 അഞ്ജുവിനും 30,000 മഞ്ജുവിനും കൊടുത്തു. സഞ്ജുവിന് കൊടുക്കാനുണ്ട് ബൈ ക്യാഷ്. എങ്ങനെയാണ് ഈ ബൈ ക്യാഷ് വരിക? നമുക്ക് സഞ്ജു വരുമ്പോൾ 20,000 റുപ്പീസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ജേണൽ എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സഞ്ജൂസ് ക്യാപിറ്റൽ. അപ്പോൾ സഞ്ജൂസ് ക്യാപിറ്റൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് കാണിക്കും? ബൈ ക്യാഷ്. എത്ര? 20,000. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് റീവാലുവേഷൻ്റെ പ്രോഫിറ്റാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് എന്തായാലും ടു അഞ്ജു ആൻഡ് ടു മഞ്ജൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാൻ കഴിയില്ല. നമ്മൾ എന്താ കാണിക്കുക? ബൈ റീവാലുവേഷൻ. പ്രോഫിറ്റ് എത്രയാണ്? അഞ്ജുവിന് 2,100 മറ്റാൾക്ക് 1,400. നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ടോട്ടൽ ചെയ്ത് നോക്കുക. 52,100, പിന്നെ 31,400, പിന്നെ 20,000 അല്ലേ. 52,100, 31,400, 20,000. ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം? ടു ബാലൻസ് ക്യാരി ഡൗൺ ഈ എമൗണ്ട് തന്നെ ചെയ്യാം. 52,100, 31,400, അതേപോലെ തന്നെ 20,000. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണ്. ബാലൻസ് ഷീറ്റ് വരച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഓഫ് അഞ്ജു, മഞ്ജു ആൻഡ് സഞ്ജു. കാരണം എന്താണ്? നമ്മൾ അഞ്ജു മഞ്ജു ഓൾറെഡി ഉള്ളതാണ്. സഞ്ജുവിനെ അഡ്മിറ്റ് ചെയ്തതിൻ്റെ ശേഷമുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മൾ കാണിക്കുന്നത്. അസറ്റ്സ്, അതേപോലെ തന്നെ റുപ്പീസ്, ലാബിലിറ്റീസ്, അതേപോലെ തന്നെ റുപ്പീസ്. നമുക്ക് ആദ്യം കാണിക്കണം. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്ന ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തന്ന ബാലൻസ് ഷീറ്റ് ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് അല്ലേ. ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്തിൽ കാണിക്കണം? ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഫസ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് 34,000, ക്യാഷ് ഇൻ ഹാൻഡ് 1,000. ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നതാണ്. എത്ര? 30,000 ലെസ് പ്രൊവിഷൻ നമ്മൾ കണ്ടെത്തി 1,500 അല്ലേ. അത് ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കാൻ. എത്ര വരിക?